ഹായ് ഗൈസ്, ചെമ്പനീർ പൂവിൽ നമ്മുടെ ശ്രീകാന്തിനെ കാണാനായിട്ട് ചന്ദ്രമതിയുടെ കൂടെയുള്ള ഫ്രണ്ടും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടെ വന്നിരിക്കുകയാണ്. വർഷയെ അവളുടെ അച്ഛനും അമ്മയും വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടാൽ സ്വീകരിക്കാമെന്ന് നമ്മുടെ രവീന്ദ്രൻ പറയുകയുണ്ടല്ലോ, അതറിയിക്കാനായിരിക്കും ചന്ദ്രമതി വന്നതെന്ന് തോന്നുന്നു. അമ്മയെ കണ്ട സന്തോഷത്തിലാണ് ശ്രീകാന്ത്. നമ്മുടെ വർഷ കാലിൻ്റെ മുകളിലൊക്കെ കാല് കയറ്റിയിരിക്കുന്നത് കണ്ടിട്ട് ചന്ദ്രമതി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇത്ര അഹങ്കാരം പിടിച്ച പെണ്ണാണോ എന്നുള്ള നോട്ടത്തിലാണ് ചന്ദ്രമതിയും ഫ്രണ്ടും ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വർഷയുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട്. പിന്നെ ചന്ദ്രമതി വർഷയുടെ കൈ പിടിച്ചുകൊണ്ട് അവളെ വീട്ടിലേക്ക് വിളിക്കാനുള്ള അപ്പോഴാണ് നമ്മുടെ വർഷയുടെ അമ്മ വരുന്നത്. രേവതി വർഷയുടെ അമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് വർഷയ്ക്കുണ്ടായ പ്രശ്നങ്ങളും വർഷയെ റോഷൻ ആക്രമിക്കാൻ വന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവളെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കണമെന്ന് അമ്മയോട് രേവതി പറയുന്നുണ്ട്. അതനുസരിച്ചാണ് വർഷയുടെ അമ്മ വന്നിരിക്കുന്നത്. വർഷയുടെ അമ്മ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, രേവതി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്, ഞങ്ങൾ മോളെ വീട്ടിൽ കൊണ്ടുവിടാൻ തയ്യാറാണെന്ന്. നമ്മുടെ ചന്ദ്രമതി ഏതായാലും വളരെ സന്തോഷത്തിലാണ്, ശ്രീകാന്തും. അങ്ങനെ വർഷയും ശ്രീകാന്തും തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ. രേവതിയും സച്ചിയും തമ്മിലുള്ള ചെറിയ ചില സീനുകളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ പിന്നീട് വരാനിരിക്കുന്നത്. രേവതി പറയുന്നുണ്ട് സച്ചിയോട്, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ അറിയും, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ CC ക്യാമറയാണെന്നൊക്കെ രേവതി തമാശയോടെ സച്ചിയോട് ഇങ്ങനെ പറയുന്നുണ്ട്. കൂടുതൽ എപ്പിസോഡുകൾക്കും വിശേഷങ്ങളുമായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.